RCB തങ്ങളുടെ ആദ്യ കിരീടത്തിൽ മുത്തമിടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലെങ്കിലും അവരുടെ പ്ലേ ഓഫിലേക്കുള്ള യാത്രയാണ് ഏവരും അറിഞ്ഞിരിക്കേണ്ടത്. സീസണിൽ ആദ്യ 8 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വെറും ഒരു മത്സരം മാത്രം ജയിച്ച് IPL പോയിന്റ് ടേബിളിൻ്റെ ഏറ്റവും അവസാന സ്ഥാനത്ത് ഉണ്ടായിരുന്ന ടീമായിരുന്നു RCB എലിമിനേറ്റഡ് ആയി എന്ന് ഏവരും കരുതിയിരുന്ന അവസ്ഥ. അവിടെ നിന്നാണ് അവർ പൊരുതി വന്നിരിക്കുന്നത്. സമാനതകൾ തന്നെ ഇല്ലാത്ത ഒരു വമ്പൻ തിരിച്ചുവരവ്. ഏപ്രിൽ മാസം 21-ന് ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് വെറും 1 റൺസിന് പരാജയപ്പെട്ടപ്പോൾ എല്ലാവരും എഴുതിത്തള്ളിയതാണ് ഈ ടീമിനെ. അന്ന് അവരുടെ തുടർച്ചയായ 6ാം പരാജയമായിരുന്നു അത്. ഇനി കളി അഭിമാനത്തിന് വേണ്ടിയാണെന്ന് സാക്ഷാൽ വിരാട് കോഹ്ലി പോലും ആ സമയത്ത് പറഞ്ഞിരുന്നു. അന്ന് മുതൽ കണ്ടത് പുതിയൊരു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിനെ തന്നെയായിരുന്നു. ഒന്നിന് പിറകെ ഒന്നായി തുടർച്ചയായി 6 വിജയങ്ങൾ, അതിൽ പലതും മികച്ച മാർജിനിൽ തന്നെ. അത് അവരുടെ നെറ്റ് റൺ റേറ്റ് ഉയർത്താൻ ഏറെ സഹായിച്ചു. RCB ഒരു ടീമായി വളരുന്നത് ഓരോ മത്സരം കഴിയുന്തോറും നമ്മൾക്ക് കാണാൻ സാധിച്ചു. അവർ വിജയിക്കുന്നതിനൊപ്പം അവർക്ക് അനുകൂലമായി ചുറ്റും കാര്യങ്ങൾ പോകാനും തുടങ്ങി. ഇന്നവർ RCBയുടെ കോട്ടയായ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുമ്പോൾ അവർക്ക് വിജയിച്ചാൽ മാത്രം പോരായിരുന്നു, 18 റൺസിൻ്റെ മാർജിനിൽ ജയിക്കണമായിരുന്നു. RCBയുടെ ഓരോ താരവും 100-ൽ 100 കൊടുത്ത മത്സരമായിരുന്നു ഇത്. ഫാഫ് ഡു പ്ലസീസ് സാന്റനറെ പുറത്താക്കാനെടുത്ത ആ ക്യാച്ച് തന്നെ അതിന് ഉദാഹരണമായിരുന്നു. വിരാട് കോഹ്ലിയുടെ ശരീരഭാഷ ഇതെല്ലാം ടീമിനായുള്ള കളിയാണ് കാണിച്ചു തന്നത്. അവസാനം ചെന്നൈ സൂപ്പർ കിങ്സിനെ അവർക്ക് വേണ്ട മാർജിനിൽ തോൽപ്പിച്ച് RCB പ്ലേ ഓഫിൽ എലിമിനേറ്ററിൽ സ്ഥാനമുറപ്പിച്ചു. 4ാം സ്ഥാനത്ത് RCBയുടെ പേരിന് നേരെ ക്വാളിഫൈഡ് എന്ന് എഴുതി ചേർത്തു. പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ RCBയേക്കാൾ നല്ല മൊമെൻ്റത്തിൽ ഒരു ടീമും ഇല്ല എന്നതാണ് സത്യം.